റയൽ മാഡ്രിഡ് ഭാഗ്യം ഉണ്ടായിരുന്നു അത് ജയിക്കുമായിരിക്കും. പ്രതീക്ഷിച്ചത്. ബട്ട് സ്റ്റിൽ ഒരു ഞാൻ സംശയമില്ല. ഡോർട്ട്മുണ്ടിനെ സപ്പോർട്ട് ചെയ്യും. ഞാൻ പറയുന്നു ഡോർട്ട്മുണ്ട് 2-1. നിന്നോട് അതല്ലേ ചോദിച്ചു, ആ ആര് ഞാനും ജയിക്കുന്നു നീ അങ്ങനെ പറ. പറയുന്നു. നീ ഇങ്ങനെ റയൽ മാഡ്രിഡ് അതാണ് എന്റെ ആയിരിക്കുന്നിട്ട് പ്രഡിക്ഷൻ. നീ ഒരു പേര് പറ നീ. ഡോർട്ട്മുണ്ട് 1-0 പോരെ. ഓ അയ്യോ അത് നടക്കൂലടാ. ഒരു ഗോൾ അടിച്ച അവന്മാർ എന്തായാലും തിരിച്ചടിക്കും. എന്നാ 2-1. 2-1 എന്ന് പറഞ്ഞാലെങ്കിലും ഒരു മര്യാദയുണ്ട്. അതെ 1-0 എന്നൊക്കെ ശരി. 1-0 ഡോർട്ട്മുണ്ട് ജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു 2-2 Penalties. ഗോ ടു പെനാൽറ്റീസ് എന്നിട്ട് എന്നാ എനിക്ക് തോന്നുന്നു. പെനാൽറ്റി പേർ ആയാലേക്കൂലേ. 2-2 ഗോ ടു പെനാൽറ്റീസ്. ആൻഡ് ഐ തിങ്ക് പെനാൽറ്റിയിൽ കോട്ടുകയാണെങ്കിൽ തീർന്നു മോനെ. യൂണിയനാണെങ്കിലും തീർന്നിക്കണ്. റിയൽ മാഡ്രിഡാണ് ജയിക്കാൻ ചാൻസ് മോസ്റ്റ് പ്രോബബിൾ. ബട്ട് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ഡോർട്ട്മുണ്ടിനായിരിക്കും. ഞാനൊരു ബാറ്ററിംഗ് ആണ് പ്രതീക്ഷിക്കുന്നത്. 4-1. ഓ അത് നടക്കില്ല. എനിക്കാകെ പേടിയുള്ള സാൻജോനെയാ. സാൻചോ മാത്രമല്ല അവരുടെ മാനേജർ അടിപൊളി മാനേജർ അത്യാവശ്യം. അതുകൊണ്ടാണല്ലോ അവര് ഈ ഫൈനൽ വരെ എത്തിയത്. അവരിൽ അക്കൗണ്ടൊന്നല്ല, നന്നായി കളിച്ചിട്ടേ വന്ന്. അത് ആ ക്രെഡിറ്റ് കൊടുക്കണം. ഞാനത് അങ്ങനെയല്ല പറഞ്ഞു. ബട്ട് എനിക്ക് അവർക്ക് ലക്കില്ല എന്ന് പറയില്ല. റിലേറ്റീവ്ലി ഈസിയർ പാത്താണ് ഉണ്ടായിരുന്നത്. എടാ അവര് എപ്പോഴും അണ്ടർഡോഗ്സ് തന്നെയായിരുന്നു. എല്ലാ സ്റ്റേജിലും അവരെ അതെ തരം താഴ്ത്തിയിട്ടേ ഉള്ളൂ. ലൈക്ക് അത്ലറ്റിക്കോ വാസ് പ്ലേയിങ് റിയലി വെൽ ആൻഡ് സ്റ്റിൽ അത് നല്ല നല്ല ഗോൾ സ്കോറിംഗ് മാച്ച് ആയിരുന്നു. അവരങ്ങനെ ഡിഫെൻസീവായി നിന്ന് അങ്ങനെയൊന്നുമല്ല ജയിച്ചു. സോ ഐ ഗേവ് ദാറ്റ് എടാ ക്രെഡിറ്റ്. ഞാൻ പറഞ്ഞെന്താ വെച്ചാല് നേരെ മറിച്ച് അതിലെപ്പോഴേലും ബയൺ മ്യൂണിക്കോ അല്ലെങ്കിൽ റിയൽ മാഡ്രിഡോ മാൻ സിറ്റിയോ ആണ് അവരുടെ ഗ്രൂപ്പിന്റെ ഇതിൽ വന്നു വെച്ചെങ്കിൽ ഈ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല. കാരണം റിലേറ്റീവ്ലി ഈസിയർ പാത്തായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ.